ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ക്യാബേജ് തോരനുമായിട്ടാണ്. ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ആൻറ്റിയുടെ ഒരു സ്പെഷ്യൽ ഡിഷാണ്. നമുക്കിവിടെ ക്യാബേജ് തോരന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അത് ക്യാബേജ് ഇങ്ങനെ നൈസായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് കൊത്തി അരിയാം, അത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. അത് ഒരു 1/2 കിലോ ഉണ്ട്. സവാള ഒരു മീഡിയം സവാള ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് എരിവിന് ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യത്തിന്, തേങ്ങ ആവശ്യത്തിന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു ഒരു മുറിയുടെ പകുതി മതി. ഒരുപാട് തേങ്ങ ഞാൻ ഇടുന്നില്ല. ഞാനൊരു സാലഡ് പരുവത്തിൽ നമുക്ക് അധികമായി കഴിക്കാവുന്ന രീതിയിലാണ് ഇവിടെ ക്യാബേജ് തോരൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇത്രയും മതിയാവും. ഒരു 1/2 കപ്പ് കാണും. മഞ്ഞൾപ്പൊടി വേണം, കടുക് വേണം, നമുക്ക് ആവശ്യത്തിന് ഓയിൽ, ഉപ്പ്, ഇവയാണ് നമുക്ക് ആവശ്യമായത്. ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ ചൂടായി. നമുക്കിനി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലാണ് അതിനകത്തേക്ക് ഒഴിക്കുന്നത്. നമുക്ക് തോരനൊക്കെ ആകുമ്പോൾ ഒത്തിരി ഓയിലിൻ്റെ ആവശ്യമില്ല, ഇത് തന്നെ മതിയാവും. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പോലും ഒഴിച്ചിട്ടില്ല. നല്ല പോലെ ചൂടായി വരുമ്പം നമുക്കതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഞാനിങ്ങനെ ഒരു കുഴിവുള്ള പാത്രം എടുത്ത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഈ അധികം വെള്ളം ഒഴിക്കാതെ വെക്കുന്ന ഡിഷസ് ഉണ്ടല്ലോ, അതിനൊക്കെ നമ്മൾ പരന്ന പാത്രം എടുത്താൽ ആ വെള്ളം മുഴുവൻ അങ്ങ് പരന്നിട്ട് നമുക്കത് അടിയിൽ പിടിക്കാൻ അധികം വെള്ളത്തിൻ്റെ ആവശ്യം വരും. ഇങ്ങനെ കുഴിഞ്ഞ ഒരു പാത്രം, ഇതുപോലെ ഒരു ചീനച്ചട്ടിയോ അല്ലെങ്കിൽ നമ്മുടെ നോൺ സ്റ്റിക്ക് കടായിയോ അങ്ങനെ എന്തെങ്കിലും, ഇൻഡാലിയത്തിൻ്റെ ആണെങ്കിൽ വളരെ നല്ലതാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു പാത്രം, അടി കുഴിഞ്ഞ പാത്രം എടുക്കുവാണെങ്കിൽ നമുക്ക് അടിയിൽ വന്ന് എല്ലാ വെള്ളവും കിടക്കും. അപ്പം ആ ഒരു ഭാഗത്ത് വരുന്ന ആ വെള്ളം കൊണ്ട് ഇത് വെന്തോളും. നമുക്ക് വെള്ളം ഒരുപാട് ഉപയോഗിക്കേണ്ടാത്ത അങ്ങനെയുള്ള സാധനങ്ങൾക്ക് നമുക്ക് ഇതുപോലെ ഒരു പാത്രം എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കടുക് ഇട്ട് കൊടുക്കുവാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഈ സവാളയൊന്നും മുഴുവനായിട്ട് ഇടുന്നില്ല. കുറച്ച് സവാള, ആ കടുക് വറുക്കാൻ ആവശ്യത്തിനുള്ള സവാള, അല്ലെങ്കിൽ 2 ചെറിയ ഉള്ളി, ഇതിലേതെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു സാലഡ് ഫോമിലാണ് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ പഴയ കാലത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു ക്യാബേജ് തോരൻ്റെ ആ ഒരു ഇതിലല്ല. ഞാൻ ഇതിനകത്തേക്ക് സവാള, വളരെ കുറച്ച് സവാള ഇട്ട് കൊടുക്കുവാണ്. കറിവേപ്പിലയിൽ നിന്ന് ഒരല്പം കറിവേപ്പിലയും, പച്ചമുളക് ഒന്നും തന്നെ ഞാൻ ഇടുന്നില്ല. നമുക്കൊന്ന് മൂത്ത് വരണം. നമ്മൾ സാധാരണ രീതിയിൽ, എല്ലായിടത്തും അല്ല എന്നാലും മിക്കയിടത്തും ക്യാബേജൊക്കെ തോരൻ വയ്ക്കുമ്പം എല്ലാവരും ചെയ്യുന്നത് ഈ ക്യാബേജ് നല്ല പോലെ തിരുമ്മി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ തിരുമ്മും. അതുകൊണ്ട് വേറെ നമുക്കൊരു ചെറുതായിട്ടൊക്കെ ഒരു സൈഡായിട്ട് കഴിക്കാൻ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെ തിരുമ്പുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിലെ വെള്ളം മുഴുവൻ പുറത്ത് വരും. അപ്പോൾ നമുക്ക് ഈ സാധനം കടിക്കുമ്പോൾ ആ വെള്ളം പുറത്ത് വന്നതുകൊണ്ട് നമുക്കതൊരു ഡ്രൈ ആയിട്ടിരിക്കും. ക്യാബേജിൻ്റെ ആ പീസസ് നല്ല പോലെ ഒരു ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് അത് കഴിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഇപ്പോഴത്തെ ഒരു രീതിക്ക് നമ്മൾ ചോറ് അധികം കഴിക്കാതെ നമുക്ക് വെജിറ്റബിൾസ്, കറികൾ ഒരുപാട് കഴിക്കുന്നതായിരിക്കും നല്ലത്. പണ്ടൊക്കെ ആണെങ്കിൽ എല്ലാവരും ചോറ് കൂടുതലും കറികൾ കുറവുമല്ലേ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റൈലൊക്കെ വിടേണ്ട. നമുക്കിപ്പം സെലിബ്രിറ്റീസിൻ്റെ ഇടയിലും അങ്ങനെയുള്ളവരുടെയൊക്കെ ഇടയിലൊക്കെ ഇതൊക്കെ ശീലമായി കഴിഞ്ഞു. പക്ഷെ നമ്മുടെ സാധാരണ വീട്ടമ്മമാരുടെ ഇടയിൽ പലപ്പോഴും അത് അത്രയ്ക്കങ്ങ് മിക്കയിടത്തും ചോറ് ഒരുപാട് കഴിക്കുന്ന ഒരു ഇത് കാണുന്നുണ്ട്. നമുക്കതെല്ലാം ഒഴിവാക്കി വെജിറ്റബിൾസ് അധികം കഴിച്ചിട്ട് ചോറ് വളരെ കുറയ്ക്കും. ചോറോ ചപ്പാത്തിയോ എന്തുവാണേലും വളരെ കുറയ്ക്കാം. കാരണം നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു സിസ്റ്റമാണത്, കറികൾ കുറവ് കഴിക്കുന്ന ഒരു സിസ്റ്റം. നമ്മൾ അതിൽ നിന്നൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞു. നമുക്ക് ചിലപ്പോൾ നമ്മളുടെ ആ ട്രഡീഷണൽ രീതിയിൽ ചില കറികൾ നമുക്ക് ഒരുപാട് അങ്ങനെ വെറുതെ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. നമുക്ക് തോരനൊക്കെ ആണെങ്കിലും ചിലപ്പോൾ ഒത്തിരി മടുപ്പ് വരും. ആ ഒരു മടുപ്പില്ലാതെ ചെയ്യാനാണ് ഞാൻ ഈ ഒരു രീതിയിൽ ഇതൊന്നും പിഴിയാതെ കണ്ടോ ഫ്രഷ് ആയിട്ടാണ് ക്യാബേജ് കിടക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊന്നും ഒത്തിരി വെള്ളം പുറത്തേക്ക് വരത്തില്ല.
ഉപ്പിട്ടൊക്കെ തിരുമ്മി കഴിഞ്ഞാൽ ഉപ്പ് ചെന്നാൽ തന്നെ ആ വെള്ളം മുഴുവൻ പുറത്ത് വരും. അപ്പോൾ ഉപ്പിട്ടൊക്കെ തിരുമ്മി കഴിഞ്ഞാൽ ഇതിൻ്റെ വെള്ളം മുഴുവൻ പുറത്ത് വന്ന് സാധനം ഡ്രൈ ആയിപ്പോവും. ഉപ്പെന്ന് പറയുന്നത് എപ്പോഴും വെള്ളം പുറത്ത് കൊണ്ടുവരുന്ന ഏത് സാധനത്തിലും നമുക്ക് ശ്രദ്ധിച്ചറിയാം. നമ്മൾ അച്ചാറൊക്കെ ഇടുമ്പം നമ്മൾ ഉപ്പിട്ട് തിരുമ്മി വെച്ചാൽ അതിനകത്ത് വെള്ളം മുഴുവൻ പുറത്ത് വരും. ഇനി നമ്മളിത് നല്ലപോലെ മിക്സ് ചെയ്തു. ഇതിനകത്തേക്ക് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ വളരെ കുറവ് ഇതിന് മതി. കാരണം ഒരുപാട് മഞ്ഞൾപ്പൊടിയായാൽ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. ഇത് ഞാൻ ഇതിനകത്തേക്ക് ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്യാൻ പോവുക ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് വളരെ കുറച്ച് ഉപ്പാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. കാരണം തോരൻ ഒത്തിരി ഉപ്പായാൽ ഞാൻ ഈ പച്ചമുളക് അങ്ങ് മാറ്റി വയ്ക്കുക. കാരണം നമ്മളിത് തിരുമ്മിയാൽ ചിലപ്പോൾ കൈ പുകയും. അത് ബുദ്ധിമുട്ടില്ലാത്തവർക്ക് നല്ല പോലെ തിരുമ്മിയെടുക്കാം. ഞാൻ കൈ കൊണ്ട് തന്നെ ഇതെല്ലാം കൂടെ തിരുമ്മിയെടുക്കുവാണ്. ഒരുപാടങ്ങ് പ്രസ് ചെയ്തല്ല, എന്നാലും ഒരുവിധം നന്നായി തന്നെ. എന്നിട്ട് ഈ പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഉപ്പ്, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, സവാള, തേങ്ങ, കറിവേപ്പില. ഞാൻ തീ കുറച്ചാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. കാരണം നമ്മൾ ക്യാബേജിൽ ആ ഒരു വെള്ളമല്ലേ ഉള്ളൂ. ക്യാബേജ് ആണെങ്കിൽ നല്ല ഫ്രഷാണ്, അതിൽ നിന്ന് അധികം വെള്ളം ഇറങ്ങത്തില്ല, ഉപ്പിട്ടിട്ടില്ല. നല്ലപോലെ തിരുമ്മിയിട്ട് ഇങ്ങനൊരു ചെറുതായിട്ടൊരു കുഴി ഉണ്ടാക്കി ഇടുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇതിനകത്തേക്ക് ആ പാത്രം കഴുകിയ വെള്ളം അതുകൂടെ വളരെ കുറച്ച്, സാധാരണയായി പണ്ടൊക്കെ ക്യാബേജിൽ വെള്ളം ഒഴിക്കാറില്ല, പക്ഷെ എൻ്റെ ഒരു അനുഭവത്തിൽ ഒരല്പം വെള്ളം ഒഴിക്കുന്നതാണ് ക്യാബേജിന് ടേസ്റ്റ്. ഞാനിതിങ്ങനെ മൂടി വയ്ക്കുക. അത് വെള്ളം ഒഴിച്ചതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സദ്യക്കൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് നമ്മുടെ വീടുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കഴിക്കുക എന്നുള്ളതല്ലേ നമുക്ക് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഒത്തിരി ഡ്രൈ ആയി വല്ലാണ്ടിരുന്നാൽ ആർക്കും അത് ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ ഇങ്ങനെ ഒന്ന് ചെയ്താൽ നല്ലൊരു, എനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടിലൊക്കെ ഇവിടെയൊക്കെ എൻ്റെ മക്കൾ ഇങ്ങനെ കൊടുത്താൽ നല്ല പോലെ കഴിക്കും. എനിക്കിത് ചിലപ്പോൾ ഒരു നേരത്തേക്കേ കാണത്തുള്ളൂ. അത്രയും ഞങ്ങൾ 4 പേർക്ക് ഇതൊരു നേരത്തേക്കേ കാണത്തുള്ളൂ. അത്രയും ടേസ്റ്റായിട്ട് കുഞ്ഞുങ്ങൾ കഴിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് ചെയ്യുവാണെങ്കിൽ നല്ല കുഞ്ഞുങ്ങൾക്ക് വെജിറ്റബിൾസ് അകത്ത് ചെല്ലാൻ നല്ലൊരു മാർഗ്ഗമാണിത്. നമുക്കിതിനി മൂടി വെച്ച്, ഒത്തിരി വേഗവും വേണ്ട, ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് വെന്ത് വല്ലാണ്ടാവണ്ട, ആ ഒരു വെള്ളം വറ്റുന്ന ആ സമയം ഒരു 5-10 മിനിറ്റ് മതിയാവും ഈ ക്യാബേജ് വേകാനായിട്ട്. അത്രയും നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് നോക്കാം തോരൻ ആയിട്ടുണ്ടോയെന്ന്. ഇപ്പം ഞാനൊന്ന് ഇളക്കിയെടുക്കുവാണ്. ഉണ്ടോ, വെള്ളമൊക്കെ വറ്റി. ഇപ്പോൾ ഒരു കറക്റ്റ് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ നല്ല പോലെ മിക്സ് ചെയ്യണം. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ സാധാരണയായി കഴിക്കാത്ത കുഞ്ഞുങ്ങൾ പോലും കഴിച്ചോളും. കാരണം ഒരുപാട് ഉപ്പൊന്നും നമ്മൾ ഇട്ടിട്ടില്ല. നല്ലൊരു ടേസ്റ്റാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാനാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ തോരൻ വെച്ചാൽ. നമുക്ക് ഒരുപാട് കറികളൊക്കെ ഒരല്പം കഴിക്കാനാണെങ്കിൽ നമുക്ക് നോർമൽ രീതിയിൽ വെക്കാം. പക്ഷെ ആകുമ്പോൾ നല്ല ഒരു ജ്യൂസിയാണ്. നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. കാരണം നമ്മൾ ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതെല്ലാം നമ്മൾ ഒരുമിച്ചല്ലേ ഇട്ടത്. ക്യാബേജിലേക്ക് അത് മിക്സ് ആയിട്ടില്ലല്ലോ. അപ്പോൾ അതൊന്ന് നല്ല പോലെ ആക്കിയാലേ മിക്സായി വരത്തുള്ളൂ. ഉപ്പെന്ന് പറയുന്നത് എപ്പോഴും വെള്ളം വലിച്ചെടുക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ അധികം ഉപ്പ് കഴിക്കരുതെന്ന് പറയുന്നത്. അപ്പം ഈ ക്യാബേജിൽ നിന്ന് ഒരുപാട് വെള്ളം വലിഞ്ഞു പോകാതിരിക്കാനാണ് ഞാൻ അതിൽ മിക്സ് ചെയ്യാതെ ഈ തേങ്ങയിലും ആ കൂട്ടിൽ മിക്സ് ചെയ്ത് ഉപ്പിട്ടത്. ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. കണ്ടോ, അല്പം പോലും അടിപ്പിടിക്കാതെ നല്ല ഫ്രഷായി. നമുക്ക് ആ സവാളയുടെയൊക്കെ നല്ലൊരു ബൈറ്റ് കിട്ടും. നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാബേജ് തോരനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് നമ്മുടെ അരിയാഹാരങ്ങളും ഗോതമ്പാഹാരങ്ങളൊക്കെ കുറച്ച് നമുക്ക് നല്ല പോലെ വെജിറ്റബിൾസും അങ്ങനെയുള്ള
ഇതിലൊക്കെ വളരെ കുറവ് തേങ്ങയാണ്. പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, തോരൻ വയ്ക്കുമ്പോൾ തേങ്ങയുള്ളത് കൊണ്ട് തേങ്ങയിൽ ഒരുപാട് വെളിച്ചെണ്ണയാണല്ലോ തേങ്ങയിൽ. അപ്പോൾ അങ്ങനെ വരുമ്പം വേറൊരു ഓയിലും കഴിയുന്നത് യൂസ് ചെയ്യാതിരിക്കുക. തേങ്ങ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് കഴിയുന്നതും കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റിൽ നല്ല ഡിഫറൻസ് വരും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.